കുറുപ്പംപടി പോലീസ് സ്റ്റേഷന് മുന്നിൽ കോൺഗ്രസ് പ്രവർത്തകർ ജനകീയ പ്രതിഷേധം സംഘടിപ്പിച്ചു. ക്രിമിനലുകളായ പോലീസുകാരെ സർവീസിൽ നിന്നും പിരിച്ചുവിടണമെന്നാവശ്യപ്പെട്ടായിരുന്നു പ്രതിഷേധം. നിരവധി പേർ ഈ പ്രതിഷേധ പരിപാടിയിൽ പങ്കെടുത്തു. യൂത്ത് കോൺഗ്രസ് മണ്ഡലം പ്രസിഡന്റ് സുജിത്തിന് കുന്നംകുളം പോലീസ് സ്റ്റേഷനിൽ മർദ്ദനമേറ്റ സംഭവത്തിൽ പോലീസ് ഉദ്യോഗസ്ഥരെ പിരിച്ചുവിടണമെന്നാവശ്യപ്പെട്ടും സംസ്ഥാനത്തുടനീളമുള്ള പോലീസ് അതിക്രമങ്ങളിൽ പ്രതിഷേധിച്ചുമാണ് കോൺഗ്രസ് പ്രവർത്തകർ കുറുപ്പംപടി പോലീസ് സ്റ്റേഷനു മുന്നിൽ ജനകീയ പ്രതിഷേധ സദസ്സ് സംഘടിപ്പിച്ചത്. കുറുപ്പംപടി ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റിയും മണ്ഡലം കമ്മിറ്റികളും ചേർന്ന് സംഘടിപ്പിച്ച പ്രതിഷേധ പരിപാടിയിൽ നിരവധി പേർ പങ്കെടുത്തു. ബെന്നി ബെഹന്നാൻ MP ജനകീയ പ്രതിഷേധം ഉദ്ഘാടനം ചെയ്തു. കേരളത്തിൽ അങ്ങോളം ഇങ്ങോളമുള്ള പോലീസ് സ്റ്റേഷനുകളുടെ മുന്നിൽ കഴിഞ്ഞ ദിവസങ്ങളിലാണ് ഇത്തരത്തിലുള്ള ജനകീയ സദസ്സുകൾ സംഘടിപ്പിച്ചിരിക്കുന്നത്. ഞങ്ങൾ ഈ സദസ്സ് സംഘടിപ്പിക്കാൻ തീരുമാനിച്ചത് കുന്നംകുളം പോലീസ് സ്റ്റേഷനിൽ ശ്രീ സുജിത്ത് എന്ന് പറയുന്ന യൂത്ത് കോൺഗ്രസിന്റെ ഒരു സ്നേഹിതനുണ്ടായ ക്രൂരമായ മർദ്ദനം, അതിൻ്റെ തെളിവുകൾ പുറത്തു വന്നപ്പോഴുണ്ടായ രോക്ഷമാണ് ഇത്തരത്തിലുള്ള ഒരു സദസ്സ് സംഘടിപ്പിക്കാൻ തീരുമാനിച്ചത്. പക്ഷെ ഇന്ന് അതിനേക്കാൾ കൂടുതൽ പ്രാധാന്യം വ്യാപകമായി ഞങ്ങൾ സംഘടിപ്പിക്കുന്ന ഇത്തരം പരിപാടികൾക്കുണ്ട്. കാരണം കഴിഞ്ഞ കുറേ ദിവസങ്ങളായി നിരന്തരമായി വാർത്താ മാധ്യമങ്ങളിൽ വരുന്ന വാർത്തകൾ കേരളത്തിലെ പോലീസിന്റെ മുഖം വികൃതമാക്കിയിരിക്കുകയാണ്. അവിടെ ഞാൻ ആദ്യം പറയുന്നു, ഞങ്ങൾ നടത്തുന്ന ഈ ധർണാ സമരം ഞങ്ങൾക്ക് വേണ്ടി മാത്രം, കാക്കി ഉടുപ്പിട്ട പോലീസുകാരുടെ അഭിമാനം സംരക്ഷിക്കുന്നതിന് വേണ്ടി കൂടിയാണ് ഞങ്ങൾ ഇത്തരത്തിലുള്ള ഒരു ജാഥ നടത്തുന്നത്. കുറുപ്പംപടി ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റി പ്രസിഡന്റ് ജോയ് പൂണേലി അധ്യക്ഷത വഹിച്ചു. ജില്ലാ കോൺഗ്രസ് കമ്മിറ്റി പ്രസിഡന്റ് മുഹമ്മദ് ഷിയാസ്, എൽദോസ് കുന്നപ്പള്ളി MLA എന്നിവർ മുഖ്യപ്രഭാഷണം നടത്തി. 67,000-ത്തിലധികം വരുന്ന പോലീസ് ഉദ്യോഗസ്ഥന്മാർ കേരളത്തിലുണ്ട്. അതിൽ 6-7 പേരെ ഇതുപോലെ ചെയ്താൽ ഞങ്ങൾക്ക് എങ്ങനെ നിയന്ത്രിക്കാൻ സാധിക്കും? ഞാൻ അടിശങ്കടോട് പറയുന്നത്, കേരളത്തിലെ ജനങ്ങൾ അവർ നൽകുന്ന നികുതി പണമാണ്, ഞാനും നിങ്ങളും ഉൾപ്പെടെ കൊടുക്കുന്ന നികുതി പണമാണ്. മാസം 1-ാം തീയതി കൈനീട്ടി വാങ്ങി ഉപ്പ് തൊട്ട് കർപ്പൂരം വരെ വീട്ടിൽ കൊണ്ടുപോയി എമ്പക്കവും വിട്ട് ഭക്ഷണവും കഴിച്ച് എമ്പക്കവും വിട്ട് നിങ്ങൾ നടക്കുന്നത് അല്ലേ? ഈ 6-7 പേരെ നിയന്ത്രിക്കാൻ കഴിയുന്നില്ലെങ്കിൽ താനൊക്കെ എന്തിനാണോ തലയിൽ ഈ തൊപ്പിയും ഈ തോളത്തിൽ ഈ നക്ഷത്രവും ഒക്കെ വെച്ച് ഈ നാട്ടിലെ ജനങ്ങൾക്ക് വലിയ ബാധ്യതയായി മാറുന്നത്? രാജിവെച്ച് പോകേണ്ടവരൊക്കെ അങ്ങനെ നിയന്ത്രിക്കാൻ കഴിയാത്ത ആളുകൾ മാറി നല്ല മിടുക്കന്മാർ ആ സ്ഥാനത്ത് വന്നിരുന്നാൽ നല്ല ആൺകുട്ടികളുണ്ട് കേരളത്തിലെ പോലീസ് സേനയിൽ, അവർക്ക് കൊടുക്കണം ചുമതല, അവര് നിയന്ത്രിക്കും. മുതിർന്ന കോൺഗ്രസ് നേതാവ് O ദേവസി, ബ്ലോക്ക് കോൺഗ്രസ് മുൻ പ്രസിഡന്റ് KP വർഗീസ്, ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് NM സലീം, UDF കൺവീനർ PK മുഹമ്മദ് കുഞ്ഞ്, മുടക്കുഴ പഞ്ചായത്ത് പ്രസിഡന്റ് PP അവറാച്ചൻ, എൽദോ ചെറിയാൻ, ബിന്ദു ഗോപാലകൃഷ്ണൻ, അംബിക മുരളീധരൻ, JB സജി, ജോഷി തോമസ് എന്നിവർ പ്രസംഗിച്ചു. പോലീസ് ഉദ്യോഗസ്ഥന്മാർക്കും ഈ സമരത്തോട് ഐക്യദാർഢ്യമാണ് എന്ന കാര്യത്തിൽ ഒരു സംശയവും വേണ്ട. കാരണം ഈ സമീപ കാലഘട്ടത്തിൽ പോലീസിന് ഏറ്റവും കൂടുതൽ ചീത്തപ്പേരുണ്ടാക്കിയ ഒരു സംഭവമാണ് കുന്നംകുളം പോലീസ് സ്റ്റേഷനുമായി ബന്ധപ്പെട്ട് 2023 സംഭവം. പോലീസ് സ്റ്റേഷന്റെ മുൻപിൽ അല്ലെങ്കിൽ ഒരു കെട്ടിടത്തിന് മുൻപിൽ പോലീസ് സ്റ്റേഷൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ പിന്നീട് അവിടെ ഇരിക്കുന്ന ഉദ്യോഗസ്ഥന്മാർക്ക് എന്ത് ചെയ്യാനുമുള്ള അവകാശവും നിയമമുണ്ട് എന്നുള്ള ചിന്ത നിങ്ങൾക്ക് വേണ്ട. കേരളത്തിലെ പോലീസ് ലോകത്തിന് മാതൃകയാകേണ്ട പോലീസാണ്. പക്ഷേ കഴിഞ്ഞ 9 വർഷം കൊണ്ട് ഒരു മാതൃക പോലും പറയാൻ പറ്റാതെ പോലീസ് ഉദ്യോഗസ്ഥന്മാർ നാണം കെട്ട് പിന്നണിയിലേക്ക് മാറി മാറി വരുന്നതിനെ ശക്തമായി എതിർക്കുവാനും താക്കീത് നൽകുവാനും വലിയ മാറ്റങ്ങൾ കൊണ്ടുവരുവാൻ വേണ്ടിയിട്ടാണ് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് കേരളത്തിലെ എല്ലാ പോലീസ് സ്റ്റേഷന് മുൻപിലും സമാനമായിട്ടുള്ള ധർണാ സമരങ്ങൾ സംഘടിപ്പിച്ചിട്ടുള്ളത്. ന്യൂസ് ഡെസ്ക് പെരുമ്പാവൂർ.